മൂന്നാം മോദി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പോലെ POK തിരിച്ചുപിടിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമിത് ഷാ. പുതിയ തന്ത്രവുമായി കാശ്മീരിലെത്തിയിരിക്കുകയാണ്. ജമ്മു-കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ഊർജിതമാക്കുന്നതിനൊപ്പം തീവ്രവാദികൾ ഉണ്ടെന്ന് കരുതുന്ന ഗ്രാമങ്ങൾ മുഴുവൻ വളയാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അമിത് ഷാ. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു-കാശ്മീരിലെ സുരക്ഷാസ്ഥിതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തീവ്രവാദ അനുകൂലങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനും വരാനിരിക്കുന്ന അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്ക് സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും യോഗത്തിൽ അമിത് ഷാ നിർദ്ദേശിച്ചു. കാശ്മീരിൽ തീവ്രവാദത്തിന്റെ വേരറക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അമിത് ഷാ വ്യക്തമാക്കി. ജമ്മുവിൽ ഉയർന്നുവരുന്ന തീവ്രവാദത്തിനെതിരെ ശക്തമായി എതിർക്കാനും എന്ത് വില കൊടുത്തും അതിനെ തടയാനും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അമിത് ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈവേകളിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിക്കണമെന്നും ജമ്മു-കാശ്മീരിലെ സജീവ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ജമ്മു-കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കരസേനാ പോലീസ്, ജമ്മു-കാശ്മീർ ഭരണകൂടം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 10-ലധികം ഭീകരാക്രമണമാണ് കാശ്മീരിലുണ്ടായത്. നിരവധി ജവാന്മാർ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. തുടർഭരണത്തിൽ വിളറ പൂണ്ട പാകിസ്ഥാൻ ബോധപൂർവം അതിർത്തി കടന്നുള്ള ഭീകരവാദ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്നുള്ള വിലയിരുത്തലിനെ തുടർന്നായിരുന്നു അമിത് ഷാ അടിയന്തര യോഗം വിളിച്ചത്.